നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രേവതി നക്ഷത്ര ജാതരുടെ ഏകദേശം 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ അവർക്ക് ജീവിതത്തെ അനുഭവത്തിൽ വരാനിടയുള്ള സൂര്യചന്ദ്രദശാകാലങ്ങളെ കുറിച്ചുള്ള ഒരു ഫലസാധ്യതകളാണ്. രേവതി നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ബുധദശാകാലത്തിലാണ്. ബുധനാണ് അവരുടെ ആദ്യത്തെ ദശാനാഥൻ. ബുധൻ ദശയെന്ന് പറയുന്നത് 17 വർഷമാണ് അതിൻ്റെ പരമാവധി കാലാവധി. പക്ഷേ എല്ലാ രേവതി നക്ഷത്രക്കാർക്കും 17 വർഷം ബുധൻ കിട്ടില്ല. ഏറ്റക്കുറച്ചിലുണ്ടാകും ജനന സമയത്തെ ആശ്രയിച്ച്. നമ്മളിവിടെ ഒരു കണക്കിന് വേണ്ടിയിട്ട് ഒരു 8 വർഷം ബുധനുണ്ടെന്ന് നിങ്ങൾക്ക് കണക്കൂട്ടുക. ഒരു രേവതി നക്ഷത്ര ജാതൻ ജനിച്ചാൽ ജനന സമയം മുതൽ ഏകദേശം 8 വയസ്സ് വരെ ബുധദശാകാലമായിരിക്കും. 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കേതുർ ദശാകാലവും 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ശുക്രദശാകാലവുമായിരിക്കും. 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെ സൂര്യദശാകാലമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സൂര്യദശാകാലത്തിലെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രേവതി നക്ഷത്രജാതരെ സംബന്ധിച്ച് 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള സൂര്യദശാകാലത്തിൽ അവരുടെ ജാതകപ്രകാരം സൂര്യൻ ശുഭഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ പ്രതീക്ഷിക്കാവുന്ന ഗുണഫലങ്ങൾ, പിതാവിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. പിതാവിൻ്റേതായിട്ടുള്ള കൂടുതൽ സഹകരണം, സഹായം, പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മേഖലകളിൽ നിന്നുള്ള നേട്ടങ്ങൾ, പൈതൃക സ്വത്തുക്കളുടെ ലാഭം, ഇങ്ങനെ പിതാവുമായിട്ട് വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സൂര്യൻ ബലവാനാണെങ്കിൽ, ശുഭനാണെങ്കിൽ. അതുപോലെ തന്നെ വിദേശയാത്രകൾ നടത്താൻ സാധിക്കും. വിദേശത്ത് പോവുക, വിദേശ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് വിദ്യാഭ്യാസ വിഷയത്തിനോ തൊഴിൽ സംബന്ധമായ വിഷയത്തിനോ ഒക്കെ വിദേശ യാത്രകൾ നടത്താൻ സാധിക്കും. പുതിയ പുതിയ ചില ബന്ധങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത. പുതിയ ബന്ധങ്ങളിൽ ഇവർ പ്രകടിപ്പിക്കുന്ന തീവ്രത അല്ലെങ്കിൽ ഇവർ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മാർത്ഥത മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ മുൻപിലേക്ക് വരുന്ന നല്ല ഓഫറുകൾ, അതൊരു പക്ഷേ ഒരു ജീവിതം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ഇവരെക്കാളും പ്രായം കുറഞ്ഞ ചില ആളുകൾ മുഖേന വരുന്ന ചില നല്ല അവസരങ്ങൾ ഇവർ തെറ്റിദ്ധാരണയിലൂടെ, അതല്ലെങ്കിൽ ഇതിനേക്കാളും കേമത്വമുള്ളത് കിട്ടുമെന്നും താൽക്കാലികമായിട്ടുള്ള പ്രശ്നപരിഹാരമാണ് എൻ്റെ ലക്ഷ്യമെന്നുമുള്ള ധാരണയിൽ എറിഞ്ഞുടയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം പകൽ പോലെ സ്പഷ്ടമായിട്ടുള്ളതായിരിക്കും ഇവരെ തേടി വരുന്നത്. അത് ഇവർ നോക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ജാതി വ്യത്യാസം, അല്ലെങ്കിൽ മതവ്യത്യാസം, അല്ലെങ്കിൽ പ്രായ വ്യത്യാസം, അല്ലെങ്കിൽ വരുമാനക്കുറവ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അതിപ്പോൾ പ്രണയബന്ധങ്ങൾ തന്നെ ആവണമെന്നില്ല, തൊഴിൽ വിഷയങ്ങളാവാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരതിനെ എന്താ പറയുക, പ്രയോജനപ്പെടുത്താതിരിക്കുക. അതേസമയം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന അതേ സമയം തന്നെ അതേ വിഭാഗത്തിൽപ്പെടുന്ന മറ്റേതെങ്കിലും ഒരു കപട മുഖമുള്ള വ്യക്തികളുമായിട്ട് ഒരു ബന്ധത്തിലാവുക, ഒരു ധാരണയിലാവുക. രണ്ടും വിഷയം ഒന്ന് തന്നെയാണ്, രണ്ടും വിഷയം ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ആദ്യത്തേത് അവർ വിവിധ അയോഗ്യതകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താതിരിക്കുകയും, രണ്ടാമത്തേത് ആദ്യം കണ്ടെത്തിയ അയോഗ്യതകളൊക്കെ ഉള്ളത് തന്നെ താൽക്കാലിക ലാഭം കണക്കാക്കി എടുത്ത് തലയിൽ വെക്കുകയും അവസാനം അതുകൊണ്ടൊരു പ്രയോജനമില്ലാതെ ചൂഷണത്തിന് വിധേയമായ നഷ്ടങ്ങൾ മാത്രം ബാക്കിയായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ രോഗദുരിതങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗമോ അസ്ഥി സംബന്ധമായ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ശമനം കിട്ടും. വിലപിടിപ്പുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ച് മാണിക്യം, വജ്രം പോലെയുള്ള രത്നങ്ങളോ
ആനക്കൊമ്പ്, പുലിനഖം പോലെയുള്ള വസ്തുക്കളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത, വനപർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരം, സമതല പ്രദേശങ്ങളിൽ സഹവസിക്കേണ്ടി വരിക, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായിട്ടോ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടോ മരുഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന പാറയിടുക്കുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള യാത്രകളും സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാകുക. പൈതൃക സ്വത്തുക്കളുടെ ലാഭം മുതൽ ആരോഗ്യ പുഷ്ടി വരെ ശുഭനായിട്ട് നിൽക്കുന്ന, ബലമായിട്ട് നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്ത് പറയാം. ഇനി സൂര്യൻ ശുഭനല്ലെങ്കിലോ, ജാതകത്തിൽ സൂര്യൻ നീചനാണെന്ന് വിചാരിക്കുക, എന്തായിരിക്കും ഫലം? പകൽ സമയത്ത് നമുക്ക് കണ്ണു കാണാൻ പറ്റാത്തവന് എന്ത് പറ്റും? നല്ല സൂര്യ വെളിച്ചമുള്ള സമയം, ആ സമയത്ത് നമുക്ക് പകൽ കണ്ണു കാണാൻ പറ്റുന്നില്ല, ഇരുട്ടാണ്, എന്ത് പറ്റും? സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ വരും. ഇതിലെ വസ്തുത അത് തന്നെയാണ് അവസ്ഥ. ശരിയായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഏതെങ്കിലും ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ഈ മാംസദാഹികളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ചൂഷണ മനസ്ഥിതിയോടുകൂടെ നിൽക്കുന്ന അവർ ചിരിച്ച് കാണിക്കുമ്പം അത് സത്യമാണെന്ന് വിചാരിക്കുക. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വെളുത്തതല്ല പാലാണെന്ന് കരുതുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങും. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചില്ലറ കാര്യങ്ങൾ നടന്നു മാറും. അതല്ലാതെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഭാവിയിലേക്ക് എന്നേക്കുമായിട്ട് പ്രയോജനം ചെയ്യുന്ന, ഭാവി തന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. സൂര്യൻ മോശക്കാരനാണ് അല്ലെങ്കിൽ നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഭയക്കണം, ചർമ്മ സംബന്ധമായ രോഗങ്ങളെ ഭയക്കണം, ഉദര സംബന്ധമായ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെ ഭയക്കണം, അതുപോലെ തന്നെ നേത്ര സംബന്ധമായ രോഗങ്ങളെ ഭയക്കണം, ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക ചെലവുകൾ, യാത്രകളൊക്കെ വിഫലമാകുക, ഏതെങ്കിലും ഒരു വിദേശത്ത് പോയാൽ പോകുന്നതിൽ വേഗത്തിൽ തിരിച്ചു വരിക, അതിനുശേഷം ജലയാത്രയടക്കം ചെയ്യേണ്ടി വരിക, ജലയാത്ര അടക്കം ചെയ്യുക, തന്നോട് വളരെയേറെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരെ പോലും ഒഴിവാക്കിക്കൊണ്ട് സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് ധർമ്മം വിട്ട് ചരിക്കേണ്ടി വരിക. ഇതൊക്കെയാണ് സൂര്യൻ പിഴച്ചു നിൽക്കുന്നത്. സൂര്യൻ പിഴച്ചാൽ സൂര്യദശാകാലത്തെക്കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല, കുറച്ചേ പറയുന്നുണ്ട്. സൂര്യദശയിൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് അറിയണമെങ്കിൽ സൂര്യദശ എന്നും പറഞ്ഞൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, അത് കണ്ട് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും. ഇത് നമ്മളൊരു പ്രാഥമിക അറിവിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ സൂര്യൻ പിഴച്ചു, എന്താ ജ്യോതിഷപരമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റുന്ന ദോഷപരിഹാരമാർഗം? രുദ്രപ്രീതി വരുത്തുക, പരമശിവനെ ഞായറാഴ്ച ദിവസം ദർശനം നടത്തുക. പരമശിവനെ ദർശിക്കുന്ന സമയത്ത് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പരമശിവനെ ദർശിക്കുക, ചുവപ്പ് വസ്ത്രം ധരിക്കുക, കൂവളമാല സമർപ്പിക്കുക, കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക, ശിവന് ധാര നടത്തുക. ഇത്തരം കാര്യങ്ങൾ ഏകദേശം കുറഞ്ഞതൊരു 11 ഞായറാഴ്ചയെങ്കിലും മുടങ്ങാതെ ചെയ്യുന്നതൊക്കെ ഗുണകരമാണെന്നാണ് ജ്യോതിഷ അഭിപ്രായം. ഇതാണ് നമുക്ക് സൂര്യദശാകാലത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി രേവതി നക്ഷത്ര ജാതകരുടെ 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാലഘട്ടം ചന്ദ്രദശാകാലമാണ്. ഈ ചന്ദ്രദശാകാലം എങ്ങനെയായിരിക്കും? ചന്ദ്രൻ ജാതകത്തിൽ ശുഭനാണെങ്കിൽ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് അമ്മയിൽ നിന്നുള്ള ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമായിരിക്കും. അമ്മയുമായിട്ടുള്ള വിരോധമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറി വലിയ സങ്കടത്തിൽ സ്നേഹത്തിലൊക്കെ ഇരിക്കുക, അമ്മയുമായിട്ട് വളരെ സന്തോഷകരമായിട്ടിരിക്കുക, അമ്മയുടെ സന്തോഷവും സ്വത്തുക്കളും ഒക്കെ യഥേഷ്ടം അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടാക്കുക, അതൊക്കെ കിട്ടുക. അമ്മയുടെ തറവാട് സ്വത്തോ അമ്മയുടെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തോ ഒക്കെ കിട്ടുക, അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക. മാനസികമായിട്ടുള്ള ഉന്മേഷം വർദ്ധിക്കുക. ജപിക്കുന്ന പ്രാർത്ഥനകൾ, ചെയ്യുന്ന ദേവന്മാരെ സംബന്ധിക്കുന്ന ഏത് പ്രാർത്ഥനകളായാലും ആ പ്രാർത്ഥനകളൊക്കെ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് ഫലസിദ്ധി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ജലയാത്രകൾ ചെയ്യേണ്ടി വരിക, സമുദ്രം കടന്ന് പോവുകയോ വരികയോ ചെയ്യുക, സമുദ്രത്തിൽ സ്നാനം ചെയ്യുക. അതുപോലെ
എന്താ പറയുക, ഈ പിന്നെ വെള്ള വസ്ത്രം ധരിക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ, പ്രതീക്ഷിക്കാത്ത സ്ഥാനമാനങ്ങളിലേക്ക് എടുത്ത് ഉയർത്തപ്പെടുക, നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. ധനധാന്യ സമൃദ്ധി, ക്ഷീരകർഷക വിജയം, കാർഷിക മേഖലയിൽ നിന്നുള്ള വിജയം, സമുദ്രോൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൻ വിജയം, സമുദ്രോൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കരകൗശലങ്ങളാണെങ്കിലും അതിൻ്റെ വിപണനമാണെങ്കിലും അതിൻ്റെ നിർമ്മാണമാണെങ്കിലും അതിൻ്റെ മീൻപിടുത്തമാണെങ്കിലും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. പാലുൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിപണനം, കച്ചവടം വളരെ വലിയ രീതിയിൽ വിജയിക്കും. ഐസ്ക്രീം പോലുള്ള വസ്തുക്കളുടെ, കർപ്പൂരം പോലുള്ള വസ്തുക്കൾ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിപണനം, കച്ചവടമൊക്കെ വൻ വിജയമായിരിക്കും. തണുപ്പുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കാനിട വരും. ചുരുക്കത്തിൽ അടിപൊളി, അർമാദിച്ച് ജീവിക്കുക എന്നൊക്കെ നമ്മുടെ ന്യൂ ജനറേഷൻ പറയുന്ന പോലെ സുന്ദരമായിട്ടും സുഖകരമായിട്ടും എല്ലാവിധ ഭോഗസൗഖ്യങ്ങളോടും കൂടി ജീവിക്കാൻ പറ്റും. ഇനി ചന്ദ്രൻ നീചനാണെന്ന് വിചാരിക്കുക. ജാതകപ്രകാരം ചന്ദ്രൻ ശുഭഫലദാതാവല്ല, നീചഫലദാതാവാണെങ്കിൽ രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏകദേശം അവർക്ക് 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് എന്താ സംഭവിക്കാനിടയുള്ളത്? മാതാവുമായിട്ട് വിരോധമോ മാതാവിനെ വിയോഗമോ ഉണ്ടാകും. മാതാവുമായിട്ട് വിരോധം ഉണ്ടാകാം, മാതാവുമായിട്ടുള്ള സ്വത്ത് തർക്കം ഉണ്ടാകാം, മാതാവിൻ്റെ വേർപാടുണ്ടാകാം, മനസ്സിൻ്റെ ദുഃഖം ഉണ്ടാകാം. ഡിപ്രഷൻ വരെ വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ചിലരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതിസന്ധി വന്നു കഴിയുമ്പോഴത്തേക്കും മാനസികമായിട്ടുള്ള വൈകൃതങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഉന്നതാധികാരികളിൽ നിന്ന്, ഉന്നതരിൽ നിന്നും ഒരു വിരോധം, ഉന്നതരുമായിട്ടുള്ളൊരു വിരോധം ഉണ്ടാവാം. വളരെ പരിശുദ്ധവും പരിപാവനവുമാണ്, വിശുദ്ധമാണ്, ഞാൻ പിടിച്ചതാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായിരുന്നത് എന്നൊക്കെ ഉള്ള തരത്തിൽ വിശ്വസിച്ച് വിചാരിച്ചിരുന്ന ചില ബന്ധങ്ങളൊക്കെ വെറും കാപട്യമാണ്, അല്ലെങ്കിൽ മുഖം മൂടി അണിഞ്ഞ വ്യക്തിത്വമാണ്. അവർക്ക് അവരുടെ ഉപയോഗത്തിന് വേണ്ടി എന്നെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എന്നെ ഒരു ഉപയോഗ വസ്തുവായിട്ട് വെച്ചിരുന്നതാണെന്നുള്ള തിരിച്ചറിവും ഈ കാലഘട്ടത്തിലുണ്ടാവും. സംഗതി അന്നേരം കഴിയേണ്ടത് കഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇല്ല, പണ്ടാരോട് പറഞ്ഞ പോലെ കയ്യിരുന്ന കാശും പോയി മാനവും പോയി എന്ന് പറയുന്ന അവസ്ഥയിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജലജന്യ വസ്തുക്കൾ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാം. ചുരുക്കത്തിൽ ചന്ദ്രൻ പിഴച്ചാൽ മനസ്സിൻ്റെ സമാധാനം പോകും, മനസ്സിൻ്റെ സമനില പോകും, അമ്മയുമായിട്ട് പ്രശ്നം വരും, കുടുംബത്തിൽ പ്രശ്നം വരും, ഒരു സമാധാനമില്ല. ഞാൻ പറ്റിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, നിരാശൻ. ആദ്യം ഇവർ കളയുന്ന ഒരു സാധനമുണ്ട്. സൂര്യദശാകാലം വരുമ്പോൾ ചില അയോഗ്യതകൾ കൽപ്പിച്ചുകൊണ്ട് ഇവർ കളയുന്ന, അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, അതൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ചന്ദ്രദശ നീചമാണെങ്കിൽ. വ്യക്തിയാണെങ്കിൽ ആ ആളൊന്ന് വന്നിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ജാതിയും പ്രശ്നമല്ല, മതവും പ്രശ്നമല്ല, പ്രായവും പ്രശ്നമല്ല, വേലയും കൂലിയും ഇല്ലാത്ത ഒന്നും പ്രശ്നമല്ല അവർക്ക്. ആ ആളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. സൂര്യദശാകാലത്ത് അയാൾ ഏതെങ്കിലും തരത്തിലുള്ള മാന്ത്രിക പണികൾ വരെ ചെയ്ത് ഇവരോടുള്ള സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ വശത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അന്നൊന്നും അതിന് വകൽപ്പിക്കാതിരുന്ന വ്യക്തി ചന്ദ്രദശാകാലത്ത് അയാളൊന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അനുഭവങ്ങൾ നൽകുന്ന ഗുണപാഠങ്ങൾ വളരെയേറെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചന്ദ്രദശാകാലത്ത് ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം, പാതിവ്രത്യഭംഗം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം, മാനസികമായിട്ടുള്ള വൈകല്യം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മൾ സൂര്യദശാകാലം നല്ലതാണ്, ചന്ദ്രദശാകാലം നല്ലതാണെന്നും പറഞ്ഞ് നമ്മളങ്ങ് അഴിഞ്ഞാടിയാൽ ഏതൊരു അഴിഞ്ഞാട്ടത്തിനൊരു പിടി വീഴുമെന്ന് ഓർമ്മിച്ചോണം. നമ്മൾ ഒരാളെ തള്ളിക്കളയുമ്പോൾ ഒരുപക്ഷെ ഭിക്ഷക്കാരനായിരിക്കാം, അവനെ നമ്മൾ നിഷ്കരണം തള്ളിക്കളയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ശക്തി ഉണ്ട് എന്നൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പം ചന്ദ്രൻ നീചനാണെങ്കിൽ മാനസികമായിട്ടൊരു സമാധാനം കിട്ടത്തില്ല, സാമ്പത്തികമായിട്ടൊരു പുരോഗതി എത്താൻ സാധിക്കില്ല. കഷ്ടപ്പെടുത്തില്ല, കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യുന്നുണ്ട്.
പക്ഷേ ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. നമ്മൾ പറയില്ലേ, ഈ സമയത്ത് വിദേശത്തേക്കൊക്കെ പോണവർ നമ്മളൊരു ചുവരിലേക്ക് ഒരു പന്ത് എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? എറിയുന്നതിൽ വേഗം തിരിച്ചു വരും. ആ അവസ്ഥയിൽ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് നമുക്കിപ്പം തൽക്കാലം ഇതൊരു പ്രാഥമിക അറിവായിട്ട് ഇവിടെ നിർത്താം. ഇതിനെക്കുറിച്ചും രേവതി നക്ഷത്ര യാത്രയെ സംബന്ധിച്ചൊക്കെയുള്ള വിശദ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്ന വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇനി ചന്ദ്രൻ പിഴച്ചാൽ എന്താണ് പരിഹാരം എന്നൂടെ പറഞ്ഞേക്കാം. തിങ്കളാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ അസ്തമയശേഷം രാത്രിയിൽ, ചന്ദ്രൻ്റെ ബലം രാത്രിയിലാണ്, രാത്രിയിൽ ശംഖിൽ പാലഭിഷേകം നടത്തുക, ഉണക്കലരി പായസം നിവേദിക്കുക, ആമ്പൽപ്പൂവ് സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് മെയിൻ. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ചന്ദ്രപ്രീതികരമായ കർമ്മങ്ങളായിട്ട് ജ്യോതിഷം വിധിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഇനി രേവതി നക്ഷത്രത്തെ സംബന്ധിക്കുന്ന മറ്റു ഒരുപാട് വിവരങ്ങളുമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാണുക, കണ്ടിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ പ്രാഥമിക അറിവിലേക്കായി ഗുണപ്പെടുത്തുക. നന്ദി, നമസ്കാരം.